ഏപ്രിൽ 19 എന്നൊരു പടം വന്നു. അതിലാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. മേനൻ സാറിന്റെ ഒരു നിർബന്ധം കാരണം മാത്രം. എന്തുകൊണ്ട് ഡബ് ചെയ്യുന്നില്ല ചോദിച്ച് ചീത്ത വിളിച്ച് എന്നെ ചിത്രാഞ്ജലി വിളിച്ച് ഡബ് ചെയ്യിപ്പിച്ചതാ. സോ അതാണ് എനിക്ക് എൻ്റെ വോയിസ് ഞാൻ തന്നെ കൊടുത്തത് അതിലായിരുന്നു. ബാക്കിയെല്ലാം പണ്ടത്തൊട്ട് ഫസ്റ്റ് പടമൊക്കെ നിദ്രയിലൊക്കെ കോട്ടയം ശാന്ത ചേച്ചി, പിന്നെ ഭാഗ്യലക്ഷ്മി എനിക്ക് ഐ തിങ്ക് അധികം ചെയ്തിട്ടില്ല, എനിക്ക് സൂട്ടാവില്ലായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ബേസ് വോയിസ് ആയതുകൊണ്ട്. ലിസി ഉണ്ടായിരുന്നു, ആനന്ദവല്ലി ചേച്ചി. ആനന്ദവല്ലി ചേച്ചിയാണ് എനിക്ക് പെർഫെക്റ്റ്. അവരായിരുന്നു ചകോരം എല്ലാം ചെയ്തത്. ഓക്കെ 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 ഓക്കെ. 2 മക്കളുണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയുന്നത് ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു അമ്മയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ്. ഭയങ്കര ജോവിയലായിട്ടുള്ള, ഭയങ്കര കളിച്ച് ചിരിച്ചു നടക്കുന്ന ഒരു അമ്മയായിരുന്നല്ലോ. ഒരു സമയത്ത് പിള്ളേർ വന്ന് അമ്മേനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരവസ്ഥ. അതിപ്പോഴും അങ്ങനെ തന്നെയാ. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അമ്മ എന്ന് പറയും. ഞാൻ പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് കോമഡിയൊക്കെ കളിക്കും. ഞാൻ ഇതുപോലൊക്കെ വട്ടൊക്കെ കളിക്കും, ചുമ്മാ ഡാൻസ് ഒക്കെ ചെയ്യുക, ചുമ്മാ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും പാട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് മൂവ്മെന്റ്സ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്നൊക്കെ കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും ഞാൻ പാട്ടൊക്കെ ഉറക്കൊക്കെ പാടും ചിലപ്പോൾ. അപ്പോൾ അവർ പറയും അയ്യോ അമ്മ, അവർ കേൾക്കും. കേട്ടോട്ടെ, നമ്മൾക്ക് നമ്മുടെ കുഷിയിലെ പാടുന്നതല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടൈം പാസ്. അവർക്ക് എന്താ, അവരെ അഡ്വൈസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ? അഡ്വൈസ് മെയിനായിട്ട് അവർ എന്നെ കുറ്റം പറയുന്നത് പേഷ്യൻസ് ഇല്ല. അവർ പറയും അമ്മ യു ഗോട്ട് ആബ്സല്യൂട്ട്ലി നോ പേഷ്യൻസ്. പറഞ്ഞു അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് അങ്ങനെ ആ ശീലമായിപ്പോയി. ടേക്ക് എ ഡീപ് ബ്രെത്ത് എന്നൊക്കെ പറയും, സമാധാനപ്പെടും, അതൊക്കെ പതുക്കെ പോവാം. കാരണം എനിക്കാണെങ്കിൽ ഈ കൊച്ചിലെ മുതൽ നമ്മുടെ ബോംബെയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഈ ടൈമിൽ നമ്മൾ എവിടെയെങ്കിലും കറക്റ്റായിട്ട് ബസ് പിടിക്കാനോ അതിനെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ആ ടൈമിൽ പോയില്ലെങ്കിൽ വി വിൽ മിസ്. ഇപ്പോൾ കോളേജിൻ്റെ ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ക്ലാസ് ആണെങ്കിൽ, അത് എൻ്റെ മാസ്റ്റർ ജി ഡാൻസിൻ്റെ മാസ്റ്റർ ജി എങ്ങനെ വെച്ചാൽ 8 മണിക്ക് ക്ലാസ് ആണെങ്കിൽ രാവിലെ 8 മണിക്ക് അവിടെ പോയിട്ട് നമ്മൾ തൊഴണം. അല്ലാതെ 8 മണിക്ക് ക്ലാസ്സിൽ എത്തിയാൽ പോരാ. അതെങ്ങനെ 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ അത്രേ ക്ലാസ് എടുക്കൂ. 45 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ, അല്ലാതെ 1 hour എടുക്കൂല. ഹി വാസ് ദാറ്റ് സ്ട്രിക്റ്റ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയാൽ 7:15 ബസ് കിട്ടും. ബസ് കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു 20 മിനിറ്റ്, അത് കഴിഞ്ഞ് നടക്കാൻ ഒരു 10 മിനിറ്റ്. ഇപ്പം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ പോയി ഡ്രസ്സ് മാറാൻ ഒരു 5 മിനിറ്റ്, പിന്നെ പോയിട്ട് 8 മണിക്ക് മുമ്പ് സാറ് വരുന്നതിന് മുമ്പ് നമ്മൾ പോയി അവിടെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ഫുൾ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാനിങ് ആണ് ഇന്നും എനിക്ക്. എന്തുണ്ടെങ്കിലും ഞാനിപ്പോൾ 4 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് പിടിക്കണമെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. 4 മണിയാണെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ഇൻ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നത് 3 മണിക്ക്. അപ്പോൾ 3 മണിക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ 3/4 മണിക്കൂർ വേണമെങ്കിൽ ഞാൻ അതിനൊരു സോ ഇങ്ങനെയാണ് എൻ്റെ കാൽക്കുലേഷൻ. ബാക്കിലോട്ട് പോയി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ട് അവിടെ എത്തി. അപ്പോൾ അവിടെ പോയി നമുക്ക് ഒരു ചായ കുടിക്കാൻ സമയം ഉണ്ടാവും, ഇതുണ്ടാവും. സോ ദ ഹോൾ തിങ് ഇസ് പ്ലാൻഡ് ഇൻ മൈ മൈൻഡ്. ഞാൻ അത്രയ്ക്ക് OCD ആണ് ഈ കാര്യത്തിൽ. എൻ്റെ പിള്ളേർ അങ്ങനെ ഈ സ്റ്റൈലാണ്. സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞു ടാക്സി വന്നവൻ നിൽക്കും, അമ്മ റിലാക്സ്, 1 മിനിറ്റ് കൊണ്ട് അവർ പോവും, അവർ ടാക്സി എത്തി. ഇതാണ് എൻ്റെ ഇത്. എന്നിട്ട് പിന്നെ ദേഷ്യം, പിന്നെ വഴക്കൊക്കെ ആവും. ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ ഇതിനാണ് കുഴപ്പം, നിങ്ങൾ സിനിമയ്ക്ക് പോവുകയും വേണം, മര്യാദയ്ക്ക് റെഡി ആവില്ല, അവിടെ പോയി ഫസ്റ്റ് സീൻ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ അത് അവർക്ക് ഇറിറ്റേഷനാണ്. എന്നാലും ഞാൻ അങ്ങനെയാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. ഇപ്പം കുട്ടികൾ അവരുടെ ടീനേജിലും അത് കഴിഞ്ഞിട്ട് അവരുടെ കുറച്ചുകൂടി മെച്യൂർഡൊക്കെ ആകുമ്പോൾ അവരുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കോൺവെർസേഷൻ ഉണ്ടാവുക? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയും. റിലേഷൻഷിപ്പ് എന്ന് പറയാണ്, ഡോണ്ട് ലേൺ ഫ്രം മീ. കാരണം എൻ്റെ റിലേഷൻഷിപ്സ് ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ പറയും എന്നെ കണ്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നോ അത് പഠിച്ചോളാൻ പറയും. ഇങ്ങനെ തിരിച്ചിട്ട് തന്നെ പറയാം. പിന്നെ ഞാൻ പറയാം എൻ്റെ ഡിസിഷൻസ് നിങ്ങൾക്ക് അറിയാം. 2 കല്യാണം കഴിച്ച് 2 ഡൈവോഴ്സായി. അതുകൊണ്ട് ദയവേത് നിങ്ങൾ പാർട്ട്ണറൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് വളരെയധികം ആലോചിച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയും. കല്യാണേ കഴിക്കരുതെന്ന് പറയും. അവർക്ക് തന്നെ വേണ്ട, അവർ തന്നെ ഇപ്പോഴും കാര്യം അത്. കാരണം ദേ ഹാവ് സീൻ സോ മച്ച് ഇൻ ദിയർ ലൈഫ്. അവർ ആ പ്രായത്തിൽ തന്നെ ദേ ഹാവ് ബീൻ ബിക്കം മെച്യൂർഡ്. അവർക്ക് മനസ്സിലായി അതാണ്. സോ ദേ നോ വെരി വെൽ. അപ്പം എനിക്ക് പേടിയില്ല അവർക്ക് എങ്ങനെ ആയിരിക്കും. അഫ്കോഴ്സ് കുറച്ചൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് വരും, എസ്പെഷ്യലി മോക്ക്. കാരണം അവൾക്കും ബുദ്ധിമുട്ട്, അവൾക്കും ഓരോരുത്തരെ ട്രസ്റ്റ് ചെയ്യാൻ വലിയ പാടായിട്ടുണ്ട് ഇപ്പോൾ. ബിക്കോസ് നാച്ചുറലി അവൾ കാണുന്നത് ഇതാണ്. പക്ഷേ ഞാൻ അതാ അവരുടെ അടുത്ത് പറഞ്ഞു, ഇന്നത്തെ പിള്ളേർ ദേ ആർ വെരി സ്മാർട്ട്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ട് തന്നെ ആൾക്കാർ മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. അതുണ്ടോയെന്ന് ആദ്യം നോക്കുക. നീയും ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നൊരു
റെസ്പെക്റ്റ് അവർ കൊടുക്കണം. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഓൾസോ ഹ്യൂമൻ ബീങ്. നിങ്ങൾക്ക് അതേ ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡവും തരണം. അല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാര്യയ്ക്ക് അങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാം, എൻ്റെ കയ്യിലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് അങ്ങ് ഓടിപ്പോയാൽ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സോ ദേ ടോക്ക് ടു മീ ലൈക്ക് ഫ്രണ്ട്സ്. ഞാൻ അങ്ങനെയാണ് ഒരു അമ്മ ആയിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പറയണ്ട ഞാൻ നിന്റെ അമ്മയാണ് കേട്ടോ എന്ന്. അത് മറക്കരുത്. അപ്പം ഞാൻ ആക്ച്വലി അങ്ങനെ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു, അമ്മ ഭയങ്കര സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു, എനിക്ക് ക്രഷായി എന്നൊക്കെ പറഞ്ഞ് പറയും. അതൊക്കെ പറയും. അതിന് ക്രഷൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും പറയും. ദേ ടെൽ മീ എവറിത്തിങ്. ഞാൻ ലൈക്ക് ഐ സെഡ് എൻ്റെ അമ്മയും ഒക്കെ, ഞാൻ എൻ്റെ അമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ഇന്നും. അപ്പോൾ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ഞാൻ ആദ്യം പോയി അമ്മയുടെ അടുത്ത് എല്ലാം പറയും. സോ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ആരും ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് എന്ത് പറയാനുമുള്ള ഫ്രീഡം അമ്മയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കൾക്കും. ശരിക്കും അവർക്കും ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്, പക്ഷെ എന്നാൽ പോലും അവർ എൻ്റെ അടുത്ത് ഒന്നും ഒളിച്ചു വെക്കുകയൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആദ്യം എന്നെയാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഫ്രീഡം ഞാൻ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും. നമ്മളൊരു ആൻറ്റീക്കാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തുകയും ചെയ്യും. അമ്മ ഒന്നും അറിയില്ല എന്നായിപ്പോവും. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഈ വാക്കുകളില്ലേ, ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മോൻ തന്നെയാണ് അതിൽ ഇൻസ്റ്റയിലൊക്കെ എന്നെ അക്കൗണ്ടൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇടും. അമ്മ എന്താ ഇടാത്ത? ഞാൻ പറഞ്ഞു എനിക്ക് അത്രയല്ലോ ഇടാം, നീ റീലൊക്കെ ഇടണം. ഞാൻ പറഞ്ഞു ആ റീലൊക്കെ ഇടാനൊക്കെ എനിക്ക് അങ്ങനെ ഞാനൊക്കെ നോക്കിയതാ. ഞാൻ പറഞ്ഞു പിന്നെ എയർപോർട്ടിൽ പോയിട്ട് ഓരോരുത്തർ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഞാനും ട്രൈ ചെയ്തു. പക്ഷെ ഞാനിങ്ങനെ എടുത്തിട്ട് ഞാൻ സ്വയം സംസാരിക്കാൻ വിചാരിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നു. ഞാൻ പതുക്കെ ഫോൺ എടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവർ സെപ്പറേറ്റ് ആ ഒരു ധൈര്യം വേണം. അവരെ ഞാൻ സെല്യൂട്ട് ചെയ്യുന്നു. അതൊരിക്കലും നമ്മളായിട്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ചെയ്യരുത്. വൃത്തികേടല്ലേ? എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. സോ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങില്ല, എനിക്ക് തോന്നുന്നില്ല. തുടങ്ങാൻ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാതിരിക്കും. പക്ഷെ എനിക്ക് സ്വയം ചെയ്യാൻ ഇതേവരെ തിങ്ക് ചെയ്തിട്ടില്ല. അന്വേഷണിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. അതാരാ? മകളെ പോലെ കരുതുന്ന ഒരാൾ. അതാരാണ്? അഹാന കൃഷ്ണ. ആഹാനയോ? അതെ അതെ, അവളും പിന്നെ ഇപ്പോഴും കംപ്ലീറ്റ് എല്ലാത്തിനും ഇത് ഷി വിൽ കോൺടാക്ട് മീ. നിങ്ങൾ ഭയങ്കര സിംഗായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ. അതല്ലേ അവളെപ്പോഴും പറയുന്നത്. അവള് കൊച്ചു വാവയായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങള് കുതിരകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അമ്മയും അച്ഛനും മറ്റേ അവിടെ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു മോള് കൊച്ചു വേണം എന്ന് പറഞ്ഞ് ഒരു സീനിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവള് ഭയങ്കര കരച്ചിലായിപ്പോയി. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ അമ്മയുടെ മോളായിട്ട് തന്നെ ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എപ്പോഴും പറയും ഒന്ന് എൻ്റെ റിയൽ അമ്മ, ഒന്ന് എൻ്റെ റിയൽ അമ്മ എന്ന് ഇപ്പോഴും പറയുന്നതാണ്. ഞാൻ റിയൽ അമ്മ, ഞണ്ടുകളുടെ നാട്ടിലെ അമ്മയായിരുന്നു. മറ്റേത് അവളുടെ റിയൽ അമ്മ സിന്ധു. അതുപോലെ. സോ അവളിപ്പോഴും ഭയങ്കര സ്നേഹമാണ്. പിന്നെ പിന്നെ കാണാറുണ്ട് അവരുടെ അപ്ഡേറ്റ്സ്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ അവളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ അവൾക്ക് DM ചെയ്യും, എല്ലാം ചെയ്യും. DM ഒക്കെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുവാന്ന്. അല്ല അപ്പൊ ഇപ്പത്തെ പ്രണയങ്ങൾ, ഇപ്പോഴത്തെ റിലേഷൻഷിപ്സിലൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ലവ് മാത്രമൊന്നുമല്ല, ഇന്ന് കുറെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് സിറ്റുവേഷൻഷിപ്സ് ഉണ്ട്. കേൾക്കുമ്പോ എന്തോ പോലെ. സിറ്റുവേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എനിക്ക് ഏകദേശം അറിയാം. അതായത് നമ്മുടെ ഒരു സിറ്റുവേഷനിലാണ്, പക്ഷെ നമ്മൾ ആ സിറ്റുവേഷൻ എന്താന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ടേംസ് ഒക്കെ കേൾക്കുമ്പോ എന്താ ഫീൽ ചെയ്യുക? എനിക്കിഷ്ടല്ല. ഐ മീൻ ഇറ്റ്സ് സോ കൺഫ്യൂസിങ്. അതെന്തുവാ അത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. അല്ല ഇന്നത്തെ പിള്ളേർക്ക് അറിയായിരിക്കും എന്തൊക്കെയാണ് അവർക്ക്, അതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇപ്പൊ ദേ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ് എന്നൊരു സിറ്റുവേഷൻ ആയി തുടങ്ങി. അവർക്ക് എന്തുകൊണ്ട് നമ്മൾ ഈ ലീഗൽ വഴി മാരേജ് ഒക്കെ ചെയ്താൽ പിന്നെ ഡൈവോഴ്സ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ തൊട്ടത്തിനും പിടിച്ചതും ഡൈവോഴ്സ് ആയിട്ടല്ലേ ചിന്തിക്കുകയുള്ളൂ. ബിക്കോസ് ദേ ക്യാൻ നോട്ട് ടേക്ക് ഇറ്റ്. അവർക്ക് ആ ഒരു ഇൻസൾട്ടോ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം മുറിപ്പിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ വിത്ത് യു എനിമോർ, ഐ വോണ്ട് ടു ലീവ് എന്ന് പറയുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ലീഗൽ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ലീഗലിറ്റിൽ മൊത്തം പോണ്ടേ, കോടതി വഴിയൊക്കെ അല്ലേ നമുക്ക് ഡിവോഴ്സ് കിട്ടുള്ളൂ. മറ്റേത് ലിവിനോ അല്ലെങ്കിൽ അതുപോലെ സിറ്റുവേഷൻഷിപ്പോ ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ് എന്ന്. അതാണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് കുഡ് ബി വൺ ഓഫ് ദ റീസൺസ്. കാരണം ഇന്നത്തെ പണ്ടത്തെ ആൾക്കാരുടെ പോലെ ഒന്നും ക്ഷമ ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളെ പോലെയുള്ള ക്ഷമ അടുത്ത ജനറേഷനില്ല. സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇസ് വൺ കേസ്. പക്ഷേ
എൻ്റെ ചേട്ടന്മാരുടെ മക്കളുണ്ട്, അവരുടെ കല്യാണം കഴിച്ചതാണ്. ദ വേ ദേ ആർ ലീഡിങ് ദെയർ മാരിഡ് ലൈഫ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹൗ ഇന്നത്തെ ജനറേഷൻ ജീവിക്കണം എന്ന്. കാരണം അവർ ആസ് മാരിഡ് കപ്പിൾസ് അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, പരസ്പരം ട്രസ്റ്റ്, പരസ്പരം റെസ്പെക്ട്, പരസ്പരം ദേ നോ കോൺവെർസേഷൻ ഉണ്ടാവണം. നീ എന്താ ചെയ്യുന്ന ലൈഫിൽ ദേ ഷുഡ് നോ അബൌട്ട് ഈച്ച് അതർ. ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ യെസ് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്, ഇഫ് നിങ്ങൾക്ക് മാരേജിനോടും ഇതിനോടും ഒക്കെ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചേട്ടന്മാരുടെ ലൈഫ് നിങ്ങൾ ടേക്ക് ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ ആൻഡ് സീ ഹൗ ദേ ആർ ലിവിങ്. അങ്ങനെയും ഉണ്ടടാ എന്ന് പറയും. മനസ്സിലായില്ലേ? സോ ബിക്കോസ് യു ക്യാൻ ലീഡ് എ ലൈഫ് ലൈക്ക് ദാറ്റ്.